എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വാഹന വിപണി വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നിർമ്മാതാക്കളും പുതിയ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ പുതുതായി വരുന്ന ചില ഇലക്ട്രിക് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാരുതി ഇ വിറ്റാര. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് SUV ആണ് ഇ വിറ്റാര. നല്ല റേഞ്ചും ആധുനിക സവിശേഷതകളും ഇതിന്റെ പ്രത്യേകതയാണ്. ഹ്യുണ്ടൈ കോണ. ഹ്യുണ്ടയുടെ പ്രീമിയം ഇലക്ട്രിക് സെഡാൻ ആണ് കോണ. സ്റ്റൈലിഷ് ഡിസൈനും വലിയ ബാറ്ററി പാക്കും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ടാറ്റ നെക്സോൺ EV. ടാറ്റയുടെ പോപ്പുലർ SUV ആയ നെക്സോണിന്റെ ഇലക്ട്രിക് പതിപ്പാണ് നെക്സോൺ EV. കൂടുതൽ റേഞ്ചും ആധുനിക സവിശേഷതകളും ഇതിൽ ലഭ്യമാണ്. മഹീന്ദ്ര XUV 400. മഹീന്ദ്രയുടെ ഇലക്ട്രിക് SUV ആണ് XUV 400. സ്പേഷ്യസ് ഇന്റീരിയറും ശക്തമായ പെർഫോമൻസും ഇതിന്റെ പ്രത്യേകതയാണ്. ഇവ കൂടാതെ നിരവധി മറ്റ് നിർമ്മാതാക്കളും ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇലക്ട്രിക് കാർ വാങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ റേഞ്ച് ആണ്. അതായത് ഒരു ചാർജിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് പ്രധാനം. അഴകിലും മികവിലും ഇന്ത്യൻ നിരത്തുകളിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഹുണ്ടായ് ക്രെയറ്റ ഇതാ പുതിയ രൂപവും ഭാവവും. അടുത്ത കാലത്ത് മോടി കൂട്ടിയെത്തിയ ക്രെയറ്റ വീണ്ടും സുന്ദരിയായാണ് EV കരുത്തിൽ എത്തുന്നത്. 8 കൊല്ലം 1,60,000 കിലോമീറ്റർ എന്ന ദീർഘമായ വാറന്റിയോടെ എത്തുന്ന ക്രെയറ്റ EVയുടെ ബാറ്ററിക്കുമുണ്ട് ഒട്ടേറെ പ്രത്യേകതകൾ. സ്ഥല സൗകര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ സുഖസൗകര്യങ്ങളാൽ സമ്പന്നമായ കരുത്തും ക്ഷമതയും ചേർത്തിണക്കിയ ക്രെയറ്റ EV ഹുണ്ടയുടെ ഇന്ത്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ 2 മുഹൂർത്തങ്ങളാണ് സാൻഡ്രോയും ക്രെയറ്റയും. ആദ്യ കാറെന്ന നിലയിലല്ല, പുതുമുഖമായെത്തിയ കൊറിയൻ കമ്പനിക്ക് അടിസ്ഥാനവും ജനപ്രീതിയുമേറ്റിയ വാഹനമെന്ന സ്ഥാനത്ത് സാൻഡ്രോയുടെ നില ക്രെയറ്റയാകട്ടെ ഇന്ത്യയെ സെഡാനുകളിൽ നിന്ന് SUVയിലേക്ക് പിടിച്ചുയർത്തിയ വാഹനമാണ്. ഇന്ന് കാണുന്ന SUV ബഹുമൂല്യത്തിന് ക്രെയറ്റയിലാണ് തുടക്കം.